പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓൺലൈനിൽ കൂടെ നമുക്ക് ഒരുമിച്ച് കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിച്ചതോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഒരു പുതിയ ദിവസം, വിശേഷാൽ ഒരു ഞായറാഴ്ച പകൽക്കാലം നമുക്ക് പിന്നെയും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു പകൽ എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു പാട്ടിൻ്റെ ചില ലൈനുകൾ ഞാനിവിടെ പാടുന്നു. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്ക് യോഗ്യൻ, വാഴ്ത്തും നിന്നെയെന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്ക് യോഗ്യൻ, വാഴ്ത്തും നിന്നെയെന്നും ഞാൻ. വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരമുള്ളിൽ വന്നാലും, വ്യാകുലങ്ങൾ നേരിട്ടാലും, ഭാരമുള്ളിൽ വന്നാലും, രോഗിയായി തീർന്നെന്നാലും, യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നെന്നാലും, യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു വലിയ നീണ്ട പ്രസംഗത്തിന് വേണ്ടി ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല. ചില വേദവാക്യങ്ങൾ വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 115 12, 13, 14 വാക്യങ്ങൾ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം, നമ്മുടെ ദൈവം നമ്മെ ഓർക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ അനേക ഭക്തന്മാരെ ദൈവം ഓർത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കും പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എന്നെ ഓർത്തു. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവം നമ്മെ ഓർത്തു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ പ്രത്യേകത, ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. മനുഷ്യർക്കൊക്കെ നമ്മെ ഓർത്താലും അവർക്ക് നമ്മെ സഹായിപ്പാനോ അനുഗ്രഹിക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ ദൈവം നമ്മെ ഓർത്താൽ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പകൽക്കാലത്തെ ആരാധനയിൽ നമ്മുടെ ദൈവം നമ്മെ ഓർക്കുന്നു, ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. അനുഗ്രഹിക്കുക മാത്രമല്ല, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അടുത്ത പദം പറഞ്ഞിരിക്കുകയാണ്, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മെ ഓർക്കുന്നവരാണ്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. അടുത്തത് കാണുവാൻ സാധിക്കുന്നത്, അവൻ നമ്മെ
വർദ്ധിപ്പിക്കുന്നവനാണ്. ഏതെല്ലാം വിഷയത്തിൻ്റെ മുഖത്താണ് ഇന്ന് പകൽ വരും നാളുകളിൽ നിനക്കൊരു വർധനവ് ആവശ്യമുള്ളത്? ദൈവസന്നദ്ധിയിൽ ദൈവം നമ്മെ ഓർത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ വർധനവുണ്ടാകും. വിശ്വസിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. മറ്റൊരു വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. അത് യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായത്തിൻ്റെ 43 മുതൽ. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചതിനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിലെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവസന്നദ്ധിയിൽ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നടക്കുന്ന എല്ലാ ആരാധനകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ഞങ്ങൾ പിതാക്കന്മാർ ദൈവത്തെ സത്യത്തിലും ആത്മാവിൽ ആരാധിച്ച പോലെ ഇന്ന് പകൽക്കാലം കർത്താവ് വിവിധയിടങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വ്യക്തിപരമായി സമർപ്പിക്കുന്നു. ഇന്ന് പകൽ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ, ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ, സത്യവാനായ ദൈവത്തെ സത്യത്തിൽ ആരാധന സഹായിക്കണമേ എന്ന് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓൺലൈനിൽ കൂടെ അടിയനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞേക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിവിധയിടങ്ങളായിട്ട് ദൈവത്തെ സത്യത്തിൽ ആത്മാവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.